നമസ്കാരം. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും കോൺഗ്രസിന്റെ ഭാവി തകർച്ചയിലേക്കാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് മണ്ണുമായി ലയിക്കാൻ പോകുന്നു എന്ന രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ തുറന്നു കാണിക്കുകയാണ്. കാരണം അങ്ങനെയാണ് കോൺഗ്രസിന്റെ പോക്കുകൾ ഇപ്പോൾ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. രാജ്യത്ത് എങ്ങനെ ഒരു കലാപം നടത്താം, രാജ്യവിരുദ്ധരുമായി കൈകോർത്തുകൊണ്ട് ഭാരതത്തിൽ ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് എങ്ങനെ ഭാരതത്തിൽ ഒരു പ്രധാനമന്ത്രിയാകാം, ഒരു ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആകാം എന്നടക്കം ഒരു സ്വപ്നം രാഹുൽ ഗാന്ധി കാണുന്നുണ്ട്. അത് ഓരോ ദിവസം കഴിയുന്നതോറും ജനങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഓരോ സംസ്ഥാനത്തു നിന്നും ജനങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ കോൺഗ്രസിനെ മിട്ടിയിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് കോൺഗ്രസിനെ ലയിപ്പിച്ചുകൊണ്ട് ഒരു അന്ത്യം തന്നെ ഓരോ സംസ്ഥാനത്തിലെ ജനങ്ങൾ തന്നെ കുറിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ കാണിച്ചിട്ട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആരാണ് എന്ന് ഈ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ചെന്നുകൊണ്ട്, നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ചെന്നുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അറിയില്ല ഇദ്ദേഹം ആരാണെന്ന്. രാഹുൽ ഗാന്ധി എന്ന പേര് ചോദിച്ചാൽ പോലും അവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. ഫോട്ടോ കാണിച്ചാൽ പോലും അറിയില്ല ഇത് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അമരക്കാരനാണ്, നമ്മുടെ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കാണിച്ചാൽ ഇത് നരേന്ദ്രമോദിയാണ് എന്നറിയാം. അങ്ങനെ BJP അനുദിനം ലോകമെമ്പാടും അടക്കം നരേന്ദ്രമോദിയുടെ ആ ഒരു ഭരണ മികവ് കൊണ്ടും നമ്മുടെ അത്രയേറെ പ്രശംസനീയമായ ഒരു വളർച്ചയിലേക്ക് നമ്മുടെ ഭാരതം പോകുമ്പോൾ അത് BJP ആണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു ഭരണ മികവ് കൊണ്ടാണ് എന്ന് തെളിയിക്കപ്പെടുമ്പോൾ കോൺഗ്രസിലെ ഓരോ നേതാക്കളും BJPയിലേക്ക് ചൂടുമാറുകയാണ്. ഇനി കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല, രാജ്യത്തെ സേവിക്കാൻ പറ്റില്ല, അതോടൊപ്പം തന്നെ സ്വന്തം ഭാവി തന്നെ അവതാളത്തിലാക്കുമെന്ന് ഓരോ കോൺഗ്രസിലെ നേതാക്കൾക്കും മനസ്സിലായതോടുകൂടി വലിയൊരു ചൂടുമാറ്റത്തിലേക്ക് കോൺഗ്രസിലെ ഓരോ നേതാക്കളും പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ ബീഹാറിൽ RJDക്കൊപ്പം ചേർന്ന് അധികാരം പിടിക്കാമെന്ന കോൺഗ്രസിന്റെ മോഹങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി MLA-മാരുടെ അട്ടിമറി നീക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച 6 MLA-മാർ NDA പക്ഷത്തേക്ക് ചേക്കേറുമെന്ന ചർച്ചകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. മകരസംക്രാന്തി കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റങ്ങളുടെ ശുഭകാലം തുടങ്ങിയെന്നും ഏത് നിമിഷവും MLA-മാരുടെ ഒരു കൂടുമാറ്റം പ്രതീക്ഷിക്കാമെന്നാണ് BJP ക്യാമ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ. അതായത് മകരസംക്രാന്തിയോട് അനുബന്ധിച്ച് പാറ്റ്നയിൽ സഖാക്കത്ത് ആശ്രമത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പരമ്പരാഗതമായ ദഹി ചൂര വിരുന്നിൽ നിന്ന് 6 MLA-മാർ വിട്ടുനിന്നതാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ വഴിയൊരുക്കി നിൽക്കുന്നത്. കോൺഗ്രസ് MLA-മാർ NDA നേതാക്കളുമായി ആശയവിനിമയങ്ങൾ നടത്തിയെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ രണ്ടാമത്തെ തവണയാണ് പാർട്ടി പരിപാടികളിൽ നിന്ന് MLA-മാർ കൂട്ടത്തോടെ വിട്ടുനിൽക്കുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ചർച്ച ചെയ്യാൻ സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് 3 MLA-മാരാണ് വിട്ടുനിന്നത്. മനോഹർ പ്രസാദ് സിംഗ്, സുരേന്ദ്ര പ്രസാദ്, അഭിഷേക് രഞ്ജൻ, അബിദുർ റഹ്മാൻ, മുഹമ്മദ് കമറുൽ ദോഹ, മനോജ് ബിസ്വാൻ എന്നിവരാണ് ദഹി ചൂര വിരുന്നിൽ നിന്ന് വിട്ടുനിന്നത്. അതേസമയം ഈ വാർത്തകളെല്ലാം കോൺഗ്രസിനുള്ളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് BJPയുടെ തന്ത്രമെന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് ഔദ്യോഗിക നേതൃത്വത്തിന്റെ ശ്രമം. എങ്കിലും കോൺഗ്രസിനുള്ളിലെ അസ്വസ്ഥതകൾ മറനീക്കി പുറത്തു വരുന്നുണ്ട്. ആകെയുള്ള MLA-മാരിൽ 4 പേരെങ്കിലും ഇതിനോടകം തന്നെ BJP നേതൃത്വവുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയവരാണ്. അങ്ങനെയുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമരപരിപാടികൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത സുപ്രധാന യോഗത്തിൽ നിന്ന് 6 MLA-മാരും വിട്ടുനിന്നത് ഈ സംശയങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ആക്കം കൂട്ടുന്നുണ്ട്. ഇവർ JDU-യിലേക്കാണോ അതോ നേരിട്ട് BJP-യിലേക്കാണോ പോകുന്നത് എന്ന കാര്യത്തിൽ മാത്രമാണ് നിലവിൽ അവ്യക്തത ഉള്ളത്. ഈ നീക്കം യാഥാർത്ഥ്യമായാൽ ബീഹാറിലെ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേശീയതലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിനായി ശ്രമിക്കുന്ന കോൺഗ്രസിന് സ്വന്തം MLA-മാരെ പിടിച്ചു നിർത്താൻ കഴിയാത്തത് വലിയ ഒരു രാഷ്ട്രീയ ക്ഷീണമായി മാറുമെന്ന കാര്യത്തിലും ഒരു സംശയമില്ല. BJP തങ്ങളുടെ ഓപ്പറേഷൻ താമര ബീഹാറിലും പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അട്ടിമറി നീക്കങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്.
15-ന് ശേഷം കോൺഗ്രസ് MLA-മാർ NDAയിൽ ചേരുമെന്നാണ് ലോക് ജനശക്തി പാർട്ടി മന്ത്രി സഞ്ജയ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന് പുറമെ RJD MLA-മാരും NDAയിലേക്ക് നീങ്ങുന്നതായി BJP നേതാവ് രാം കൃപാൽ യാദവ് പറയുന്നുണ്ട്. എന്നാൽ RJD ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 61 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് കേവലം 6 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. ഈ 6 MLA-മാരും കൂറുമാറിയാൽ ബീഹാറിൽ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും PCC അധ്യക്ഷനും MLA-മാരെ അന്വയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും 6 പേരും ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രതിസന്ധിയെക്കുറിച്ച് AICC-യോ PCC നേതൃത്വമോ ഇതുവരെയായിട്ടൊന്നും സംസാരിച്ചിട്ടുമില്ല. MLA-മാർ ഒന്നിച്ച് JDU-യിൽ ലയിച്ചാൽ ഒരു കൂറുമാറ്റ നിയമം മറികടക്കാം. 243 അംഗ നിയമസഭയിൽ 202 അംഗങ്ങളാണ് NDAയ്ക്കുള്ളത്. BJPക്ക് 89, JDU-വിന് 85 അംഗങ്ങൾ. BJPയെ കടത്തിവെട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കൂടിയാണ് JDU-വിന്റെ നീക്കം. ഇത് നേരിടാൻ സഖ്യകക്ഷിയായ RLM-ന്റെ 3 MLA-മാരെ അടർത്തിയെടുക്കാൻ BJPയും ശ്രമിക്കുന്നുണ്ട്. 35 പേരാണ് പ്രതിപക്ഷത്തുള്ളത്. കോൺഗ്രസ് MLA-മാർ കളം വിട്ടാൽ അത് 29 ചുരുങ്ങും.